ദിവ്യകാരുണ്യ സ്നേഹാനുഭവങ്ങൾ. ഇത് വിൻസെൻഷ്യൻ സഭാംഗമായ ഫാദർ ജോളി തടത്തിൽ വിസി വിശുദ്ധ കുർബാനയിലൂടെ അനുഭവിക്കുന്ന ദൈവിക സ്നേഹം ജോളിയച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹമുള്ളവരെ, ഞാനൊരു വിൻസെൻഷ്യൻ സഭാംഗമാണ്. വിൻസെൻഷ്യൻ സഭയിലെ മേരിമാത പ്രൊവിൻസ് അംഗമാണ്. എൻ്റെ സ്വദേശം കോതമംഗലം രൂപതയിൽ കലൂർക്കാട് ഇടവകയാണ്. ഞാൻ 2012 പൗരോഹിത്യം സ്വീകരിച്ച വൈദികനാണ്. കേരളത്തിലും കേരളത്തിന് പുറത്ത് മിഷൻ പ്രദേശങ്ങളിലും ഇതിനോടകം ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് അങ്കമാലിയിൽ ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കോളേജിലാണ്. ഞാൻ ദിവ്യകാരുണ്യ അനുഭവവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതും ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുള്ളതുമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2012 ഞാൻ പുരോഹിതനായി അഭിഷിക്തനായി. 2013 എനിക്ക് ആദ്യമായിട്ട് അപ്പോയിൻമെൻ്റ് കിട്ടുന്നത് കർണാടക മിഷനിലുള്ള ഒരു ദേവാലയത്തിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ടാണ്. ആദ്യ നാളുകളിലൊക്കെ വലിയ ആഘോഷത്തോടും ആരവത്തോടും കൂടി ബലിയർപ്പിച്ച് മറ്റുള്ളവരുടെ പ്രോത്സാഹനങ്ങളും നല്ല കുർബാനയാണെന്നൊക്കെ മറ്റുള്ളവർ പറയണ കേൾക്കുമ്പോൾ ഒരു അമിതമായ സന്തോഷം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ പരിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധ കുർബാന ജനങ്ങളുടെ നാവിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ എൻ്റെ കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കുകയും അത് സ്വീകരിക്കാൻ നിൽക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ട്, എനിക്ക് അതിലേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയോട് പറഞ്ഞു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റു ചിലരോടൊക്കെ ഞാനിത് പറഞ്ഞു. അപ്പോൾ എൻ്റെ സങ്കടം കണ്ടപ്പോൾ അവർക്കും അതൊരു വല്ലാത്ത ഒരവസ്ഥയും ഒരു വിഷമവും അവർക്കും ഉണ്ടായി. എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താ അങ്ങനെ സംഭവിച്ചേ എന്നുള്ളത്. ഞാൻ പലപ്പോഴും വിശുദ്ധ കുർബാന അർപ്പിച്ച് കഴിയുമ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ പരിശുദ്ധ കുർബാന നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ ആളുകളിൽ നിന്നുള്ള ഈ പ്രോത്സാഹനവും അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്കറിയില്ല, എന്തോ ഒരു മനസ്സിൽ തന്നെ ഞാൻ എന്തോ ആണെന്നുള്ളൊരു ഭാവം കടന്നു വന്നതാണോ, അങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഈ വിഷമസന്ധികൾ പറഞ്ഞ് എൻ്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു. മമ്മി പറഞ്ഞു, സാരില്ല, വിഷമിക്കേണ്ട, പ്രത്യേകം പ്രാർത്ഥിക്കാം. മമ്മിയുടെ ഒരു വലിയ പ്രാർത്ഥനയുടെ ശക്തി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന അല്പം പ്രായമായ ഒരു സിസ്റ്ററിനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു, സിസ്റ്റർ വിമല. ഞാൻ ആ സിസ്റ്ററിനോട് ഈ സങ്കടം പങ്കുവെച്ചു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ 7 ദിവസം അച്ഛനു വേണ്ടി മുട്ടിന്മേൽ നിന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് ഈ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പോലും അറിയാത്ത വേറെ ആളുകൾ, ഇടവകയിലുള്ളവർ, അവർ പറഞ്ഞ് മറ്റുള്ളവർ, അങ്ങനെ അനേകർ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവരുടെ എല്ലാവരുടെ ഒരു പ്രാർത്ഥന അത് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ അത്ഭുതമായി ഈശോ ഇടപെട്ടു. ആ ഇടപെടൽ വഴിയായിട്ട് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഒരു പുരോഹിതൻ, ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. സ്വന്തമായി കഴിവുകളോ സ്വന്തമായിട്ടുള്ള നേട്ടങ്ങളോ ഒന്നും സ്വന്തമാക്കാനുള്ളതല്ല, മറിച്ച് എളിമയോടുകൂടി ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു ദാനമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഹന്തയ്ക്ക് വകയില്ല, ഞാൻ എന്തോ ആണ് എന്നുള്ള ഭാവത്തിന് വകയില്ല. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ 15-ാം തിരുവചനം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഈ ഒരു മനോഭാവമായിരിക്കണം ഓരോ പുരോഹിതനും ഉണ്ടായിരിക്കണം എന്നുള്ള ബോധ്യം എന്നെ പഠിപ്പിച്ചു. പിന്നീട് ഒരിക്കലും എൻ്റെ കൈ വിറയ്ക്കേണ്ടി വന്നിട്ടില്ല.
ദൈവത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്ന ഇപ്രകാരമാണല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ, നിത്യമാം ജീവന്റെ മാർഗമാകാൻ, എന്നും ആരാധ്യനായി വാഴുമീശോ ഈ തിരുവോസ്തിയിൽ വാസമായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥനായ ഈശോ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ള വലിയ യാഥാർത്ഥ്യവും അനുഭവവും പിന്നീട് തിരിച്ചറിയുന്ന നാളുകളായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ കർണാടക മിഷനിൽ നിന്നും തിരിച്ച് കേരളത്തിലെത്തി. അതിനുശേഷം കേരളത്തിൽ നിന്നും 2016 മഹാരാഷ്ട്ര മിഷനിലേക്ക് പോവുകയുണ്ടായി. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ എന്ന് പറയുന്ന മിഷൻ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ നയിച്ചു. അവിടെ നമ്മളൊക്കെ പറയുന്നത് പോലെ വിളവധികം വേലക്കാരോ ചുരുക്കം, ആ ഒരു വചനം അന്വർത്ഥമാവുന്നത് എനിക്ക് ദർശിക്കുവാനായിട്ട് സാധിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഭാഷ അവിടെ സ്വീകാര്യമല്ല. ഇനി നമുക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ ഇംഗ്ലീഷിലെങ്കിലും നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെയുള്ള ആളുകൾ തീരെ പാവപ്പെട്ട ആളുകൾ, വില്ലേജുകളിലുള്ള ആളുകൾ, അവർക്കൊന്നും ഇംഗ്ലീഷും അറിയത്തില്ല. അപ്പോൾ അവരുടെ ലാംഗ്വേജ്, അവരുടെ ഭാഷ എന്ന് പറയുന്നത് മറാഠി ഭാഷയിൽ നമ്മൾ സംസാരിക്കണം. എനിക്ക് മറാഠി ഭാഷയുടെ ഒരക്ഷരം പോലും അറിയുകയില്ല. ഞാൻ അവിടെ ചെന്ന് ആദ്യ നാളുകളൊക്കെ എനിക്ക് ഒത്തിരിയേറെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ സാധിക്കാതെ ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു വില്ലേജിൽ ഒരു സ്കൂളിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് കടന്നു ചെന്നത്. അങ്ങനെ അവിടെ ചെന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റാരുമില്ല. ഞാനുണ്ട്, എന്നോടൊപ്പം അവിടെ ശുശ്രൂഷ ചെയ്യുന്ന 2 സിസ്റ്റേഴ്സ് ഉണ്ട് ആ ഏരിയയിൽ. ആ ഒരു സ്ഥലത്ത് അങ്ങനെ താമസിക്കുകയാണ്. ഒരു ചേട്ടൻ തൃശ്ശൂരിൽ നിന്നും പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം അവിചാരിതമായിട്ട് ഞങ്ങളുടെ മിഷൻ സ്റ്റേഷനിൽ വന്ന്, അവിടെ ഞാൻ തന്നെ താമസിക്കുകയാണ് എന്നറിഞ്ഞ് അദ്ദേഹം ഒരിക്കൽ എന്നെ കാണാനായിട്ട് വന്നു. അവിടെ വന്ന് ഞാൻ അദ്ദേഹവുമായിട്ട് കുറേ സമയം സംസാരിച്ചു. കാരണം എനിക്ക് ഭാഷ മലയാളം അവിടെയുള്ള ആളുകൾക്ക് അറിയില്ല, അവരുടെ ഭാഷ നമുക്കറിയില്ല. അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാനോ ആരോടൊന്നും സംസാരിക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ ഈ ചേട്ടൻ വന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേട്ടൻ എന്നോട് പറയുകയാണ്, അച്ഛാ, അച്ഛന് ഞാൻ ഒരു അരളിക്ക കൊണ്ടുവന്ന് തരാം. ഞാനതിന് സമ്മതം മൂളി. അവിടെ ഒരു ദേവാലയത്തിൻ്റെതായ രീതിയിലുള്ള ഒരു സജ്ജീകരണങ്ങളുമില്ല. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം തിരിച്ചുപോയി, എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നു. നല്ലൊരു അരുളിക്കയൊക്കെ ആയിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ഞാനൊരു മുറി ദിവ്യകാരുണ്യനാഥനായ ഈശോയെ വയ്ക്കുവാനായിട്ട് ക്രമീകരിച്ചു. അതിനുവേണ്ടി തന്നെ അദ്ദേഹം ആ അരുളിക്ക കൊണ്ടുവന്നതിനോടൊപ്പം തന്നെ 1-2 സ്റ്റാച്യു കൊണ്ടുവന്നിരുന്നു, ഒരു കുരിശ് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഒരു മുറി ഒരു ദേവാലയത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങൾ സജ്ജീകരിച്ചു. ഞങ്ങൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വച്ച് അവിടെ നിന്ന് പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നോട് അവിടെ ഹോസ്റ്റലുണ്ട്, ഈ വില്ലേജിലുള്ള കുട്ടികൾ, അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്റ്റൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ വന്നിട്ട് ഇത്രയും ദിവസമായി, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ മലയാളത്തിലാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇവിടെ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കൊക്കെ കുർബാനയിൽ പങ്കെടുക്കുന്നത് വലിയ ഇഷ്ടമാണ്, മറാഠിയിൽ വേണമല്ലോ നമുക്ക് കുർബാന ചൊല്ലുവാൻ. അത് എന്നെ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുത്തി. എന്നോട് സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ പോയി മറാഠി പഠിക്കുമോ, അതിനുള്ള കാര്യം നോക്കുകയോ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു,
ഞാൻ മറാഠി പഠിക്കാൻ പോവില്ല, മറാഠി പഠിച്ചില്ലെങ്കിൽ എങ്ങനെ കുർബാനയെങ്കിലും ചൊല്ലണ്ടേ. അപ്പം ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ആ കുർബാന പുസ്തകം സിസ്റ്റർ ഒന്ന് എടുത്തുകൊണ്ട് വന്ന് ഒന്ന് ചൊല്ലി കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം സിസ്റ്ററും അവിടെയുള്ള ഏതാനും കുട്ടികളും കൂടി എന്നെ മറാഠിയിലുള്ള കുർബാന പഠിപ്പിക്കാൻ വലിയ താല്പര്യത്തോടു കൂടി അവർ ഇറങ്ങി തിരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ അങ്ങനെ കുർബാനയുടെ ആരംഭം മുതൽ മറാഠിയിൽ എനിക്ക് ചൊല്ലി കേൾപ്പിച്ച് തന്നു. പ്രിയപ്പെട്ടവരെ, അന്നൊരു ദിവസമാണ് ഞാൻ കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള പ്രാക്ടീസ് ചെയ്തത്. എന്താണ് ആ രാത്രിയിൽ സംഭവിച്ചതെന്ന് അറിയില്ല. പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം മറാഠിയിൽ കുർബാന ഉണ്ടായിരിക്കും. അന്ന് സന്ധ്യയിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് മറാഠി ഭാഷയിലാണ്. ദൈവം ഒരു അത്ഭുതം എന്ന വണ്ണം, ഒരു പ്രകടമായ അടയാളം എന്ന വണ്ണം എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു ബോധ്യം എനിക്കുണ്ട്. എൻ്റെ കഴിവ് കൊണ്ടോ മറ്റൊന്നുകൊണ്ടുമല്ല, മറിച്ച് ദൈവം എന്നിൽ നിവേശിപ്പിച്ച ഒരനുഗ്രഹമാണ്. പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ കുർബാനയിൽ പങ്കെടുത്തിരുന്ന വ്യക്തികൾ അവരെല്ലാവരും ക്രൈസ്തവരാണ്, ആ ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന എല്ലാവരും. പക്ഷേ വളരെ മനോഹരമായിട്ടാണ് അവർ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്. അങ്ങനെ ഭക്തി നിർഭരമായി മറാഠി കുർബാന എനിക്ക് പിറ്റേ ദിവസം തുടങ്ങി ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളത് ദൈവം തന്ന ഒരു വലിയ കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വീണ്ടും വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ സന്ധ്യയ്ക്ക് പിള്ളേരുടെ കൂടെ എല്ലാവരുമായിട്ട് നമ്മൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, കുട്ടികളെല്ലാം പങ്കെടുക്കുന്നുണ്ട്, അച്ഛൻ മാത്രമാണല്ലോ വരുന്നില്ലാത്തത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഭാഷയില്ല, എനിക്ക് മറാഠി പ്രാർത്ഥന അറിയില്ല, പിന്നെ ഞാൻ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു. കാരണം എനിക്ക് മുൻപ് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതരൊക്കെ നന്നായിട്ട് മറാഠി അറിയാവുന്നവരും മറാഠിയിൽ പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് വെറുതെ അവിടെ ഇരിക്കുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ അവിടെ വന്നാൽ മതി, അച്ഛൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായാൽ മതി, പിള്ളേർക്കും അതൊരു സന്തോഷമാവും. അങ്ങനെ എന്നോട് സിസ്റ്റർ പറഞ്ഞു. പ്രായത്തെ ബഹുമാനിക്കാൻ വേണ്ടി മാത്രം, ഒത്തിരി പ്രായമുള്ളൊരു സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത്. പ്രായത്തെ ബഹുമാനിക്കണമല്ലോ എന്ന് വിചാരിച്ച്, എങ്ങനെയാണ് അനുസരണക്കേട് കാണിക്കണമെന്ന് വിചാരിച്ച് ഞാൻ മനസ്സില്ലാ മനസ്സോടെ പിറ്റേ ദിവസം തുടങ്ങി ജപമാല പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ ഏറ്റവും പിന്നിലായിട്ട് പോയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്തെ 2-3 ദിവസങ്ങളിലൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ജപമാല മുഴുവൻ മറാഠിയിൽ ചൊല്ലുവാനുള്ള ഒരു വരം കർത്താവ് എനിക്ക് തന്നു. ഞാൻ മറാഠിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഒരു വലിയ ശക്തി എന്ന് പറയുന്നത്, ഞാൻ താമസിച്ചിരുന്ന ആ സ്ഥാപനത്തിൽ ഞാൻ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ എഴുന്നള്ളിച്ചു വച്ച് അവിടെ ഇരുന്ന് കുറേ സമയം പ്രാർത്ഥിക്കുമായിരുന്നു, കുറേ സമയം സ്തുതിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അടുത്തുള്ളവരാരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരും. അങ്ങനെ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ എനിക്ക് ഭാഷയില്ല, പക്ഷേ ഞാൻ അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഞാൻ കാണുവാനായിട്ട് തുടങ്ങി. ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ കാണുവാനായിട്ട് തുടങ്ങി. അവർ പലരും ദൈവത്തിൻ്റെ സ്നേഹത്താൽ ജ്വലിച്ച് അവർ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വലിയ സന്തോഷത്തോടും സമാധാനത്തോടും തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം എന്നിലൂടെ ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയും ജപമാലയും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ള ഒരു തിരിച്ചറിവും ബോധ്യവും കർത്താവ് എനിക്ക് തന്നു. പരിശുദ്ധ അമ്മ പുരോഹിതരെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ തിരുഹൃദയത്തിലേക്ക് പുരോഹിതരെ ചേർത്ത് നിർത്തുന്ന അമ്മയെ ഞാൻ പലപ്പോഴും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ട്. പല ധ്യാനങ്ങളുടെ സമയത്തും എന്നോട് ആ ധ്യാനം നയിക്കുന്ന ഒരു വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ മാതാവ് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നുണ്ടെന്ന്. പരിശുദ്ധ കുർബാന എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പരിശുദ്ധ കുർബാന ആ ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഭാഷ മാറിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വിഷമം ഞാൻ പോലും അറിയാതെ
കർത്താവ് എടുത്തു മാറ്റി മറാഠിയിൽ വലിയ ഭക്തിയോടുകൂടി ബലിയർപ്പിക്കാൻ സാധിച്ചു. നാളുകൾക്ക് ശേഷമാണെങ്കിൽ പോലും പലരും പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ മറാഠിയിൽ ബലിയർപ്പിക്കുന്നത് വലിയ അഭിഷേകമുണ്ട്. എൻ്റെ പ്രയത്നമോ എൻ്റെ അധ്വാനമോ എൻ്റെ കഴിവോ ഒന്നുമല്ല, മറിച്ച് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ദൈവം എന്നിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. സ്നേഹമുള്ളവരെ, ആ വില്ലേജിലെ സ്കൂളിൽ നിന്നും ഒരു വർഷത്തിന് ശേഷം എനിക്ക് സ്ഥലം മാറ്റം കിട്ടി. ആ മിഷനിലുള്ള ഏക ധ്യാന കേന്ദ്രത്തിലേക്ക് അതിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു വിഷമം, ഞാൻ ഇപ്പോഴും ഭാഷ പഠിച്ചിട്ടില്ല. ആകെ എനിക്കറിയാവുന്നത് മറാഠിയിൽ കുർബാന ചൊല്ലുവാനും ജപമാല ചൊല്ലാനും മാത്രമാണ്. ഈ ഒരു മാനസിക സമ്മർദ്ദവുമായിട്ടാണ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ദൈവം ദൂതന്മാരെ അയച്ച് ആ ധ്യാന കേന്ദ്രത്തിൽ എന്നെ സഹായിക്കുവാനായിട്ട് ആളുകളെ വെച്ചിട്ടുണ്ടായിരുന്നു. ധ്യാന കേന്ദ്രത്തിൽ ഞാൻ മലയാളത്തിൽ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ അത് മറാഠിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സഹോദരനെ കിട്ടി. ഞാൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് മറാഠിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു സഹോദരനെ കിട്ടി. അങ്ങനെ ദൈവം സംവിധാനങ്ങൾ ഒരുക്കി തന്നു എനിക്ക്. അങ്ങനെ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് വില്ലേജുകൾ തോറും കയറി ഇറങ്ങി നടത്തുന്ന ദൈവവചന ശുശ്രൂഷ. നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെയും സ്നേഹത്തെയും കുറിച്ച് അവിടെയുള്ളവരിലേക്ക് എത്തിക്കുക. മൈലുകൾ താണ്ടിയുള്ള യാത്രയാണ്, ഒത്തിരി ദൂരം യാത്ര ചെയ്യുവാനുണ്ട്. അപ്പോൾ വില്ലേജുകളിൽ ശുശ്രൂഷ നടത്തുന്ന ബഹുമാനപ്പെട്ട വൈദികർ, ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട സജുവ അച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് തക്കിക്കര അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് ചാലക്കലച്ഛൻ, ഇവരൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വില്ലേജുകളിൽ പോയി മിനിസ്ട്രി ചെയ്ത് കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഉച്ച കഴിഞ്ഞ് 2 മണി സമയത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നത് രാത്രി 12 മണി 1 മണിക്കൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഈ അച്ഛന്മാർ പറഞ്ഞു, അച്ഛനും ഇനി വില്ലേജിലേക്ക് ഇറങ്ങണം. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത, ഞാൻ വില്ലേജിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു സെൻറ്റൻസ് പോലും മറാഠിയിൽ പറയാൻ എനിക്കറിയില്ല. ഈ അച്ഛന്മാരൊക്കെ വളരെ മനോഹരമായിട്ട് മറാഠിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഞാൻ പിന്നോട്ട് വലിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ഉത്തരവാദിത്തം ഈ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ഞാനതെങ്ങനെയെങ്കിലും ചെയ്ത് മുന്നോട്ട് പോയിക്കോളാം. പക്ഷേ വീണ്ടും വീണ്ടും ഈ അച്ഛന്മാർ എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു, എന്നെ പ്രേരിപ്പിക്കുമായിരുന്നു, എന്നെ സ്വാധീനിക്കുമായിരുന്നു. അച്ഛനും കൂടി വില്ലേജിലേക്ക് ഇറങ്ങണം. എൻ്റെ മനസ്സിൽ അത് ഒരു ചിന്തയായി മാറി. ഞാൻ മനസ്സിൽ ഓർത്തു, കർത്താവിൻ്റെ വചനമുണ്ടല്ലോ, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വചനം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത് അതല്ലല്ലോ ശുശ്രൂഷ. അതിനും അപ്പുറത്ത് ദൈവം ആഗ്രഹിക്കുന്ന വിശാലമായ ശുശ്രൂഷകൾ, അതിൻ്റെ ഭാഗമാകുവാൻ കൂടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ ചെയ്ത ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കൂടെയുള്ള അൽമായ സഹോദരങ്ങളോടൊക്കെ ഞാൻ പങ്കുവെച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ദിവസം
ഈ വില്ലേജ് മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങണം. വെറുതെ ചുറ്റിക്കറങ്ങുകയല്ല, പരിശുദ്ധ കുർബാനയുമായി നമ്മളൊന്ന് യാത്ര ചെയ്യണം. അതിന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. മറ്റുള്ളവരും എന്നോടൊപ്പം താല്പര്യം പ്രകടിപ്പിച്ചു. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ വിശുദ്ധ കുർബാനയുമായി യാത്ര ആരംഭിച്ചു. വാഹനത്തിലുള്ള എല്ലാവരും ഇറങ്ങിയപ്പോൾ തുടങ്ങി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോ മിഷൻ സ്റ്റേഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇന്ന സമയത്ത് അവിടെ എത്തും. പ്രിയപ്പെട്ടവരെ, വലിയൊരു അത്ഭുതം ഞാൻ എല്ലാ മിഷൻ സ്റ്റേഷനിലും കണ്ടത്, അവർ വലിയ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടു. അവർ അലങ്കരിച്ച് വലിയ താല്പര്യത്തോടു കൂടി ഈശോ ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണല്ലോ എന്ന മനോഭാവത്തോടു കൂടി എല്ലായിടത്തും ഒത്തിരിയേറെ സപ്പോർട്ട് തന്നു. കർത്താവിനെ അവർ സ്വീകരിച്ചു. അത് അവിടെയുള്ള പലരുടെയും മനസ്സിനെ സ്വാധീനിക്കുകയും ഒരു സമാധാനവും സന്തോഷത്തിലേക്ക് അവർ നയിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ നിന്നും കുറേ ആളുകൾ മിഷൻ സന്ദർശിക്കുവാൻ വേണ്ടി, മിഷൻ പ്രദേശം കാണുവാൻ വേണ്ടി, അവിടുത്തെ ശുശ്രൂഷകൾ കാണുവാൻ വേണ്ടി കടന്നു വന്നു. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് കുറേ പേരുണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് ആവും പഠിക്കുന്ന കുട്ടികൾ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം ആളുകളുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ അടുത്തിൽ വന്നു. എങ്ങനെയൊക്കെയാണ് അവരുടെ മിഷൻ സന്ദർശനം, എവിടെയൊക്കെ പോകണം, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ആയി. അപ്പോൾ 2-3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഓരോ ഗ്രൂപ്പിനും ഓരോ അച്ഛന്മാരെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഒരു ഗ്രൂപ്പിൽ വിടണ്ട, കാരണം ഞാൻ നിങ്ങളെ നയിക്കില്ല, എനിക്കറിയില്ല, ഒരു ഭാഷ അറിയില്ല, ഞാൻ വില്ലേജിൽ പോവാറില്ല, അതുകൊണ്ട് എന്നെ ഒരു ഗ്രൂപ്പിൽ വിടണ്ട എന്ന് ഞാൻ പറഞ്ഞു. അവർ മറ്റ് ഗ്രൂപ്പുകൾ തയ്യാറാക്കി. പക്ഷെ വീണ്ടും അവരുടെ സ്വാധീനം എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അവർ ബ്രദേഴ്സ് എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു ദിവസമെങ്കിലും ശുശ്രൂഷ നടത്തുന്നതിന് വേണ്ടി വില്ലേജിലേക്ക് വരണം. ഞാൻ അവസാനം ഇവരിങ്ങനെ നിരന്തരം ഇങ്ങനെ പറയുന്നത് വഴിയായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ടി വരാം എന്ന് പറഞ്ഞു, സമ്മതിച്ചു. എന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ തിരുമുൻപിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഒത്തിരിയേറെ ആളുകൾ ഇത് കാണുവാൻ വേണ്ടിയിട്ട്, ശുശ്രൂഷ കാണാൻ വേണ്ടിയിട്ട്, വില്ലേജ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു അടയാളം അങ്ങ് കൊടുക്കണം. ഞാൻ വില്ലേജിൽ പോയി ഒരു വചനപ്രഘോഷണം നടത്താൻ എനിക്ക് ഭാഷയില്ല. അപ്പോൾ കർത്താവ് എന്നെ ഇങ്ങനെ തോന്നിപ്പിച്ചു, ദൈവത്തിൻ്റെ ഒരു സ്തുതി, ഒരു ആരാധന എന്ന വണ്ണം ഒരു ചെറിയ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുക. ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഞാൻ ആ ചെല്ലുന്ന വില്ലേജിൽ നടത്താം. കാരണം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്താനായിട്ട് ഈശോയെ എടുത്തുകൊണ്ട് നടന്നാൽ മതി, നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മനസ്സിൽ ഒരു പക്ഷേ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചത് തന്നെയാണ് ദിവ്യകാരുണ്യവുമായി വില്ലേജിലേക്ക് പോകാമെന്ന്. കാരണം അതിനു മുൻപ് ഒരിക്കൽ പോലും അങ്ങനെയൊരു പ്രാർത്ഥന ശുശ്രൂഷ വൈദികർ നടത്തിയിട്ടില്ലായിരുന്നു. ഇതിനൊരു പുതുമയുണ്ടാകും, അതോടൊപ്പം തന്നെ എനിക്ക് സംസാരിക്കേണ്ട ആവശ്യവുമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയും കൂടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വില്ലേജിൽ മറ്റുള്ളവരെയും കൂടി എത്തി. ഞാൻ ദിവ്യകാരുണ്യവുമായിട്ടാണ് പോയത്. നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ദൈവമേ, ഈ കേരളത്തിൽ നിന്ന് ഒത്തിരിയേറെ ആളുകൾ ഈ മിഷനിൽ കടന്നു വന്ന് മിഷനിൽ നടത്തുന്ന ശുശ്രൂഷകൾ കാണുവാനായിട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രകടമായ അടയാളം അവിടുന്ന് നൽകണേ. ആ ഒരു അടയാളത്തിലൂടെയാണല്ലോ, നമുക്കറിയാം, അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയുമാണ് തീർച്ചയായിട്ടും ദൈവത്തെങ്കിലേക്ക് ഒരാളെ കൂടുതൽ ആനയിക്കുന്നതും കൂടുതൽ നയിക്കുന്നതും ദൈവസാന്നിധ്യത്തിൽ വളരാൻ ഉപകരിക്കുന്നതും. അപ്പം അങ്ങനെ ഉള്ളൊരു ചിന്തയോടുകൂടിയായിരുന്നു ഞാൻ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. ഞങ്ങൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷയൊക്കെ ആരംഭിച്ചു. അതിനുശേഷം എല്ലാവരോടും ഞാൻ പറഞ്ഞു, ദിവ്യകാരുണ്യ പ്രദക്ഷിണമാണ്. അപ്പോൾ മറാഠി അറിയാവുന്ന ഒരു ബ്രദർ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് അങ്ങനെ വളരെ മനോഹരമായിട്ട് ഞങ്ങൾ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തുന്ന ആ സ്ഥലത്തുകൂടി ഞങ്ങൾ കുറച്ച് നടന്ന് റോട്ടിൽ കൂടി ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തി.
ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. കർത്താവെ, ഇവിടെ കൂടിയിരിക്കുന്ന ജനം ഒരു 20-25 ആളുകളെ അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു കേരളത്തിൻ്റെ ഒരു കൺവെൻഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 1500 പേർക്ക് തുല്യരാണ് ആ 25 പേരെന്ന് എനിക്കറിയാമായിരുന്നു. എന്തെങ്കിലും ഒരു അടയാളം ഇവിടെ കടന്നു വന്നവർക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ ആ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തി തിരിച്ച് കയറാറായി ഒരത്ഭുതമോ ഒരു പ്രത്യേകതകളോ ഒന്നും ഞാൻ കണ്ടില്ല. എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായി. ഞാൻ ആ ഒരു വിഷമത്തോടു കൂടിയാണ് ഞാൻ ആ ദിവ്യകാരുണ്യ പ്രദക്ഷിണം അവസാനിപ്പിച്ചത്. ദിവ്യകാരുണ്യ പ്രദക്ഷിണം അവസാനിച്ച് തിരിച്ച് ഞാൻ അരുളിക്കെടുത്തു, എൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വലിയ അലർച്ചയോടുകൂടി ആ ഭവനത്തിൽ നിന്നും ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ആ പെൺകുട്ടി അവിടെ സൃഷ്ടിച്ചത്. എല്ലാവരും ഭയന്നു. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും അത് ഭയന്ന് അവർ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. അവിടെ കണ്ടു നിന്നവരൊക്കെ എന്താണ് സംഭവിക്കുന്നറിയാതെ അവരും വിഷമിച്ചു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചില അൽമായ ബ്രദേഴ്സ് എന്നോട് പറഞ്ഞു, അച്ഛാ, അല്പം സീരിയസ് ആയിട്ടുള്ള കേസാണെന്ന് തോന്നുന്നു, നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഈ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് വട്ടമായിട്ട് നിന്ന് കൈ കോർത്ത് പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലാനായിട്ടുള്ള പ്രേരണ കർത്താവ് തോന്നിപ്പിച്ചു. അത് നമ്മൾ അവിടെ അവരോട് പറഞ്ഞു. അവരെല്ലാവരും വട്ടം കൂടി നിന്നു. അതിനിടയിൽ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, ആ സ്ത്രീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും വട്ടത്തിൽ നിന്ന് കൈ കോർത്ത് പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഞാൻ നടുക്ക് നിൽക്കുന്നു. ആ പെൺകുട്ടി എൻ്റെ അടുത്തായിട്ട് നിന്ന് ഭയങ്കരമായ അലർച്ച. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവിടെ നിന്ന ബ്രദേഴ്സും ചില സിസ്റ്റേഴ്സൊക്കെ ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിൽക്കുന്നില്ല, അത്രയേറെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ബെനഡിക്റ്റിൻ കുരിശുമായി ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് ഞാൻ കൈവയ്ക്കാൻ തുടങ്ങിയ പാടെ ആ പെൺകുട്ടി എൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചു. ഒരു വലിയ ശക്തി അവളിൽ നിന്നും വരുന്നത് ഞാൻ എന്തായാലും ദർശിച്ചു. എൻ്റെ കൈ മാത്രമേ അവൾ തട്ടിത്തെറിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ ഞാൻ അല്പം കൂടി ബലം പ്രയോഗിച്ച് ഞാൻ ഒരു നിർബന്ധം എന്ന വണ്ണം അവളുടെ ശിരസിലേക്ക്, ഈ അരുളിക്ക് ഉൾപ്പെടെ ഞാൻ ഈ ശിരസിലേക്ക് കൈ വെച്ച്, 2 കൈ ഞാനിങ്ങനെ വെച്ച് അല്പം ബലം എനിക്ക് പ്രയോഗിക്കേണ്ടി വന്നു. പിടിച്ചു. ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു, ഒരു കാരണവശാലും ആ പെൺകുട്ടി പോവാൻ ഇടവരുത്തരുത്. അങ്ങനെ ഞാൻ പിടിച്ചു. അവൾ ഭയങ്കരമായി ഇരട്ടി ശക്തിയോടുകൂടി അവൾ അലറുകയായിരുന്നു. എന്തൊക്കെയാ പറയുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ എന്തൊക്കെയോ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. വളരെയേറെ അസ്വസ്ഥപ്പെട്ടു. കുറേ സമയം ശക്തിയോടെ പ്രാർത്ഥിച്ചു. അവിടെ കൂടിയിരുന്ന എല്ലാവരും ആ സമയം കർത്താവിനെ വിളിച്ച് ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ മകൾ വിശുദ്ധയായി മാറ്റപ്പെട്ടു. ആ മകളിലെ തിന്മയുടെ ശക്തി വിട്ടുപോയി. അവളൊരു മാനസാന്തരത്തിലേക്കും ഒരു നവീകരണത്തിലേക്കും കടന്നു വന്നത് അവിടെ നിൽക്കുന്ന ഞാനും മറ്റെല്ലാവരും ദർശിച്ചു. സ്നേഹമുള്ളവരെ, എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയായിരുന്നു അവിടെ കടന്നു വന്നിരുന്ന എല്ലാവർക്കും ഒരടയാളം കൊടുക്കണമെന്ന്. ആ ഒരടയാളം കർത്താവ് ശക്തമായി നൽകി. ഒപ്പം എനിക്കൊരു ബോധ്യം കൂടി കർത്താവ് തന്നു. പൗരോഹിത്യമെന്ന ദാനം പിതാക്കന്മാരുടെ കയ്യൊപ്പ് വഴി ഒരു പുരോഹിതൻ സ്വീകരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ള അധികാരം കൂടി. ഒരു പുരോഹിതൻ്റെ കയ്യൊപ്പ് വഴി അത് ചെയ്യുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന ഒരു വലിയ യാഥാർത്ഥ്യവും സത്യവും എന്നെ പഠിപ്പിച്ച ദിനമായിരുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച്
നയിച്ചിടും സ്നേഹമേ ദിവ്യകാരുണ്യമേ